എന്താണിത്? ഇതൊരു സ്വർഗം തന്നെയാണ്, സ്വർഗം തന്നെ. ഗൂഡല്ലൂർ ടൗണിലാണുള്ളത് അല്ലേ? അതെ. ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് നമുക്ക് ഓവാലി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഓവാലിയിലേക്ക് പോവാണ്. ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. ഇവിടെ ഞങ്ങളൊരു ചെറിയ ഹോട്ടലിൽ കയറി. നല്ല അടിപൊളി പരിപ്പുവട ഉണ്ട്. ചെറിയ പരിപ്പുവട, ചെറിയ ചൂടുള്ള പരിപ്പുവട. ഫ്രഷായിട്ട് കോഴിമുട്ട പൊരിക്കുന്നുണ്ട്. മുട്ട പൊരിച്ചു എന്തായാലും മുട്ട പൊരിച്ചത്. മുട്ട പൊരിച്ചതാണ് ഇവിടെ പൊരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ചെറിയ കട എവിടെയൊക്കെ ഉണ്ട്? ഓവാലി. ഓവാലി ഗൂഡല്ലൂർ ടൗണിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാമല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. എല്ലമല എന്തോന്നുണ്ട് അത്. ഊട്ടി റോഡിന് പോകാണ്ട് നമ്മൾ എന്ത് ചെയ്യാ, ഗൂഡല്ലൂർ ഭാഗത്ത് നിന്ന് വരുമ്പോൾ നേരെ തന്നെ വരും അല്ലെ. അപ്പോൾ ഓവാലിയിലേക്കുള്ള യാത്രയിലാണ്. അപ്പൊ നമ്മൾ ഗൂഡല്ലൂർ ടൗണിൽ കയറിയിട്ട് ഗൂഡല്ലൂരിൽ നിന്ന് ഏലമല എന്ന് പറഞ്ഞ റൂട്ടിലേക്ക് കയറാം. ഊട്ടി സൈഡിലേക്ക് പോവാതെ ഏലമല ഈ ഭാഗത്തേക്ക് പോവാം. അപ്പൊ നമുക്ക് ഇവിടെ കയറി കുറച്ചങ്ങോട്ട് മുമ്പോട്ട് എത്തുമ്പോൾ തന്നെ ഒരു ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റ് കാണാം. അപ്പോൾ അവിടെ നമ്മൾ പേരും ഡീറ്റെയിൽസും ഡ്രൈവിംഗ് ഡീറ്റെയിൽസും ലൈസൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുക. അത് എടുത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഓവാലിയിലേക്ക് പോകാൻ. ഡീറ്റെയിൽസ് കൊടുത്തു. അപ്പോൾ ഡീറ്റെയിൽസ് കൊടുത്ത് ലൈസൻസ് കണ്ടാൽ മതിയോ? ലൈസൻസിന്റെ ഡീറ്റെയിൽസ് ചെയ്താനുള്ളൂ. അത്രേ ഉള്ളൂ. എത്ര ആളുണ്ട് ചോദിച്ചു. എത്ര ആളുണ്ട് എന്ന് ചോദിച്ചു. പിന്നെ എവിടുന്നാ വരുന്നതെന്ന് ചോദിച്ചു. ഇപ്പോൾ എവിടെയൊക്കെ പോകണമെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ടെമ്പിൾ ഉണ്ട്, അത് കാണാൻ വേണ്ടി പോകും. ഓക്കെ. ലൈസൻസ് കയ്യിൽ വെക്കുക. ലൈസൻസ് ഇല്ലാതെ ഒരു വണ്ടി എടുക്കരുത്. വണ്ടി എടുത്ത് വരരുത്. വീട്ടിലാണെന്ന് അവിടെ വേണമെന്നൊന്നും പറയേണ്ട കാര്യമില്ല. ലൈസൻസ് എപ്പോഴും നമ്മളെ കയ്യിൽ വെക്കണം. ഇങ്ങനത്തെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഒക്കെ പോകുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളാണ് ഇതല്ലേ. അതെ. അപ്പൊ നമ്മൾ ഓവാലിയിലേക്കുള്ള യാത്രയിലാണ്. തിരിഞ്ഞ റോഡേ ഉള്ളൂ, കാരണം വലിയ വീതിയും കാര്യങ്ങളൊന്നുമില്ല. ഫോറസ്റ്റ് ഏരിയ ആണ്, രണ്ട് സൈഡും നല്ല നിബിഡ വനങ്ങളാണ്. നമുക്ക് പോയി നോക്കാം, എല്ലാം വന്യമൃഗങ്ങളൊക്കെ കാണാൻ പറ്റുമോ നോക്കാം. ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും. എല്ലായിടത്തും ബോർഡുണ്ട്, എല്ലായിടത്തും എലിഫന്റ് ക്രോസിംഗ് തോന്നുന്നു അല്ലേ. ബോർഡൊക്കെ കാണുന്നുണ്ട്. നമ്മളിതുവരെ ഒരു ആനനെ പോലും കണ്ടില്ല. ബോർഡുകൾ ഇഷ്ടം പോലെ കണ്ട്. നമ്മളെ മറ്റേ ഈ പാറക്ക് എന്തൊരു പ്രത്യേകതല്ല. നമ്മൾ ഈ പോകുന്ന വഴിയിലുണ്ടല്ലോ, ശരിക്കും ഒരു കിടിൽ എന്നെ ഞെട്ടിച്ച ഒരു കാഴ്ച കാണാം. അതാ കണ്ടോ, ഒരു പാറ ഇങ്ങനെ വീഴാൻ വേണ്ടി നിൽക്കണ പോലെയുള്ള പാറ കണ്ടോ. ഇതൊരു അടിപൊളി കാഴ്ചയാണ്. ഇതിന്റെ തൊട്ട താഴെ കണ്ടോ ഒരു ക്ഷേത്രം. ഒരു ശിവക്ഷേത്രമാണെന്ന് തോന്നുന്നുണ്ട് ഇത് കണ്ടിട്ട്. അതിൻ്റെ ഇവിടെ ഇവരെ ആരാധനാമൂർത്തിയൊക്കെ ഉണ്ട് കണ്ടോ, ക്ഷേത്രത്തിൻ്റെ ഉള്ളിലാണ് കണ്ടോ. ഈ പാറൻ്റെ അടിയിലാണ് ഈ ക്ഷേത്രം വരുന്നത്. നമ്മളെ വണ്ടി അത് അവിടെ നിർത്തിയിട്ടുണ്ട്, എൻ്റെ അവിടെ നിർത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? വല്ലാത്ത, കാരണം ഇത് കാണണം ഡേഞ്ചർതാ, വീഴാൻ വേണ്ടി നിൽക്കണ പോലെയുള്ളതാ പാറ. അതിന്റെ തൊട്ട താഴായിട്ട് ഒരു ശിവക്ഷേത്രം. എന്താ ഈ സ്ഥലത്തിന്റെ പേര് പറഞ്ഞത്? ഗവിപ്പാറ എന്നാണ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയത്. റോക്ക് ടെമ്പിൾ. ഇതാ ശരിക്കും ഈ പാറ അതൊക്കെ ഇപ്പൊ വീകും എന്നുള്ള രൂപത്തിലാണ് നിൽക്കുന്നത്. ഹിസ്റ്ററി ഉണ്ട്. ഇതിന്റെ ഡീറ്റെയിൽ ഒന്നും അറിയില്ല. നമുക്ക് പോണ വഴിക്ക് കണ്ടതാണ്. അതെ, എന്താ ഇതിന്റെ സംഭവം ഫുള്ളി വൈബാണ്. രണ്ട് സൈഡ് ഫോറസ്റ്റ് ആണ് കേട്ടോ. ഇതിനധികം വീഡിയോ കാര്യങ്ങളൊന്നുമില്ല. പാറന്റെ അടിയിലെ. അതെ അതെ. ഒരു നല്ലൊരു എടാ, ശരിക്കും എന്നെ പേടിയാവുന്നുണ്ട് അല്ലേ. ശരിക്കും ഈ പാറ ഇങ്ങനെ നിൽക്കണേ കാണുമ്പോൾ തന്നെ. എന്നാ പോയാലോ? ഇവിടെയൊക്കെ ഫെൻസിങ് ഉണ്ട് കേട്ടോ. അതാ എലിഫന്റ് ക്രോസിംഗ് സോൺ ആട്ടോ ഇതൊക്കെ. ഇതൊക്കെ ശരിക്കും ഇതാ ഫോറസ്റ്റ് ഏരിയ തന്നെയാണ്. അപ്പൊ നമുക്ക് നേരെ പോവാം. ഊട്ടി ഭാഗങ്ങളിലൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ മിസ് ചെയ്യാതിരിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ അത്. ശരിക്കും ഒരു കിട്ടിക്കാച്ചി സ്ഥലമാണ്. അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത, അതും ആരും കാണാത്ത ഒരു സ്ഥലമാണ് ഓവാലി. ഈ ഓവാലിന്റെ അടുത്ത് തന്നെ നമുക്ക് ചന്ദനമല എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക ക്ഷേത്രമാണോ, ചന്ദനമല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ക്ഷേത്രമുണ്ട്, ഒരു ടെമ്പിൾ ഉണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് പോയി കാണാം അല്ലേ.
പോകുന്ന റോഡ് കണ്ടെങ്കിൽ ശരിക്കും വളവും തിരിവുമായിട്ട് വളരെ വീതി കുറവുള്ള ഒരു റോഡാണ് കേട്ടോ. വളരെ ശ്രദ്ധിച്ച് കണ്ടു വേണം യാത്ര ചെയ്യുമ്പോൾ. നിങ്ങൾ എപ്പോഴും യാത്ര ചെയ്യുമ്പം അല്ലേ രാത്രി യാത്ര ഒഴിവാക്കുക. ഈ രാത്രി സമയങ്ങളിലൊന്നും അധികം അത് മാത്രമല്ല, ഇവിടെ വന്യജീവി പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. കാരണം കൂടുതലും ആനകളൊക്കെ ക്രോസ് ചെയ്യുന്ന ഏരിയ ആണ് ഇവിടെ. നിങ്ങൾ യാത്ര ചെയ്യുന്നതിൻ്റെ കൂടുതൽ നിങ്ങളുടെ സേഫ്റ്റിയും നിങ്ങൾ എപ്പോഴും നോക്കുക. ഞാൻ ഇറങ്ങണോ? കയറ്റി ലേശം കൊണ്ട് എടുത്ത് ബസ്സിൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചെടുത്ത് ഇവിടെ കണ്ടോ പ്രത്യേകിച്ചും ഒരു ബസ്സൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സൈഡ് കൊടുക്കാനൊക്കെ തന്നെ ബുദ്ധിമുട്ടാണ്. നന്നായിട്ട് ശ്രദ്ധിച്ച് പോവുക അല്ലേ? അതെ, സ്പീഡൊക്കെ കുറച്ചിട്ട് സ്ഥലങ്ങളൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് നന്നായി പോകണം. അതെ, റോഡാ. ഈ ഭാഗത്ത് വരികയാണെങ്കിൽ അവിടെ ഒരിക്കലും മിസ് ചെയ്തിട്ട് അവിടെ നല്ല കണ്ടാവും. റോഡ് ചെറിയ ക്ഷീണമാണ് അല്ലേ? ശ്രദ്ധിച്ച് ഓടിക്കണം. റോഡ് വീതി കുറവാണ്, പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ബർത്താണ്. കാരണം കണ്ടോ, നമ്മളെ ഊട്ടി സൈഡിലൊക്കെ പോണ അതേമാതിരി തന്നെ നല്ല കോടമഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലങ്ങൾ. ഇവിടെ നമ്മൾ കയറിയ സമയം മുതൽ ഇവിടെ ഒരു ചെറിയ മഴ തുടങ്ങിയിട്ടുണ്ട്. ആ മഴ നിന്നിട്ടില്ല ഇതുവരെ. ഇവിടെ കണ്ടതാ തേയിലത്തോട്ടങ്ങൾ, അതേപോലെ യൂക്കാലിപ്സോ എന്തോ മരമാണ്. എന്താ ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുന്നത് കണ്ടോ. എന്താ നമ്മൾ എൻ്റെ ഇതാ ഈ മഞ്ഞ് മൂടി കിടക്കുന്ന ഈ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെ വരുന്നത് കാണാം. മോനെ നോക്ക്, ഒരു രക്ഷയില്ല കേട്ടോ. കോട കണ്ടോ മൂടി കിടക്കുന്നത്. നമ്മളെ ഡെസ്റ്റിനേഷൻ ഇപ്പോഴും നമ്മൾ എത്തിയിട്ടില്ല കേട്ടോ. ഇനിയും ഒരുപാട് എന്താ പറയുക, കുറേ ചുരങ്ങളൊക്കെ കയറി കാട്ടിനുള്ളിലൂടെ ചെറിയ ചെറിയ ചുരങ്ങൾ അല്ലേ. ഫോണോടത്തൊക്കെ വ്യൂ ആണ്. ഇത് നമ്മൾ ശരിക്കും ഗോപാൽസ്വാമി ഹിൽസ്, നമ്മളെ കർണാടകയിലെ ഗോപാൽസ്വാമി ഹിൽസിൽ പോണ അതേ ഒരു ഫീൽ തന്നെയാണ്. കാരണം ഇതേമാതിരി ഒരു ഹൈ റേഞ്ച് ഏരിയയിലാണ് ഈ ക്ഷേത്രം വരുന്നത്. അതായത് ഫോറസ്റ്റ് ഏരിയയിൽ കുറേ ചുരങ്ങളൊക്കെ താണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ഗോപാൽസ്വാമിയിൽ നമുക്ക് അതേമാതിരി അവിടെ നമ്മൾ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടെ നമ്മൾ വണ്ടി വെച്ചതിന് ശേഷം അവരെ ട്രാൻസ്പോർട്ട് ബസ്സിലാണ് നമ്മൾ ക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്തേക്ക് പോവുക. ഇവിടെ നമുക്ക് ഡയറക്റ്റ് നമ്മളെ വണ്ടി തന്നെ എടുത്തിട്ട് പോവാം. ഇത് അധികം ആൾക്ക് അറിയാത്ത ഒരു ഡെസ്റ്റിനേഷനാണ്. എന്താ തമിഴ്നാടിൻ്റെ RTC ബസ്, ഇതാ ചെറിയ ബസ്, സ്മോൾ ബസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഈ റൂട്ടിൽ ഇഷ്ടംപോലെ ബസ് ഉണ്ട് കേട്ടോ. ഓരോ 10 മിനിറ്റ് കൂടുമ്പം ബസ് കാണാനുണ്ട് അല്ലേ. ബസ്സുണ്ട്. ഏലമല ബസ് അല്ലേ. ഏലമല റൂട്ടിലേക്ക് ബസ് ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ നമ്മൾ പോയ റൂട്ടിൽ. അപ്പൊ ഞങ്ങൾക്ക് ഗൂഡല്ലൂർ ടൗണിലെത്തിയിട്ട് ഒരു നല്ലൊരു ട്രിപ്പാണ് ശരിക്കും അല്ലേ ബസ് യാത്ര. അതെ, ഒരു വെറൈറ്റി അനുഭവമായിരുന്നു. നിങ്ങൾ ഓവാലിയിലേക്ക് വരികയാണെങ്കിൽ, ഈ ടെമ്പിളിന്റെ ഭാഗത്തേക്കൊക്കെ വരികയാണെങ്കിൽ ഗൂഡല്ലൂർ ടൈമിൽ ഇഷ്ടം പോലെ ബസ് ഉണ്ട് കേട്ടോ. ഓരോ 10 മിനിറ്റ് ഒക്കെ കൂടുമ്പോൾ ബസ് ഉണ്ട്. ഞങ്ങളിപ്പോൾ പോകുമ്പോൾ തന്നെ കുറേ ബസ്സുകൾ അങ്ങോട്ട് പാസ് ചെയ്ത് പോയിട്ടോ.
സ്ഥലത്തേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ തന്നെ എന്തായാലും ഒരു വൈകുന്നേരത്തിൻ്റെ മുമ്പായിട്ട് തന്നെ തിരിച്ച് പോകാനുള്ള പരിപാടികൾ നോക്കാനുണ്ട്. കാരണം ഇവിടെ എല്ലാ സൈഡിലും ഇവിടുത്തെ നാട്ടുകാരോടൊക്കെ ചോദിച്ചപ്പോൾ നല്ലോണം ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരണം അല്ലേ? അതെ, നിൽക്കേണ്ട, റിസ്ക് എടുക്കരുത്. നമ്മൾ ഏതോ തമിഴ്നാട്ടിലെ ഏതോ ഒരു ഗ്രാമത്തിൽ ഏതോ ഒരു അങ്ങാടിയിൽ കട്ടൻ ചായ അല്ല, നല്ല പാൽച്ചായ തന്നെ കുടിച്ചു നോക്കാം. ചായ കുടിക്കുക, ഒരു പരിചയമില്ലാത്ത ഇന്ന് വരെ കാണാത്ത ഏതോ മലകൾ താണ്ടി അല്ലേ, ഏതോ ഒരു കുഗ്രാമത്തിൽ ഏതോ ഒരു ചേച്ചി ചായ ഉണ്ടാക്കണം. അങ്ങനെ ചായ നല്ല ടേസ്റ്റാണ്. முதல்ல டீ சாப்பிடு. ിലേക്ക് പോകുന്ന ഈ റോഡ് സൈഡിൽ നല്ലൊരു കിടുക്കച്ച് വെള്ളച്ചാട്ടോ, എന്ത് ഭംഗിയാണെന്നറിയോ, ഒരു രക്ഷയില്ലാത്ത. ഇതൊന്നും നമ്മൾ ശരിക്കും അധികം ആൾക്കാർ എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലം തന്നെയാണ്. ഈ ലോക്ക്ഡൗണും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് വന്ന് നോക്കണം. നമ്മൾ ഈ ടെമ്പിളിലേക്ക്, ഓവാലിയിൽ നിന്ന് നമ്മൾ ഈ ടെമ്പിളിലേക്ക് പോകുന്ന ഈ റൂട്ടിൽ നിന്ന് ഫുള്ള് തേയിലത്തോട്ടങ്ങൾ, പ്രത്യേക ലാൻഡ്സ്കേപ്പിംഗ് ആട്ടോ ഇവിടെ, ഒരു രക്ഷയില്ലാത്ത. ഫുള്ള് എവിടെ തിരിഞ്ഞ് നോക്കിയാലും ഫോട്ടോജനിക്കാണ്, ഏത് ആംഗിളിൽ വെച്ച് നോക്കിയാലും. ഏറ്റവും പീക്കിലാണ് ഇപ്പം നമ്മളുള്ളത്. പക്ഷെ ഇതിന്റെ മുകളിലും ബസ് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, ഇരുട്ടാവാതെ നമുക്ക് ഇറങ്ങാൻ നോക്കണം. ഈ റൂട്ടൊന്നും എല്ലാവരും ഒന്ന് വന്ന് കാണണം, വെറുതെ പറയല്ല, അത് വന്ന് തന്നെ അനുഭവിച്ചറിയന്നെ വേണം. അത്രയും ഡ്രൈവ് ചെയ്യുന്നവർക്കായാലും എല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ കിടുക്കാച്ചി സ്ഥലം. ഇപ്പം നമ്മൾ ഈ ടെമ്പിളിൻ്റെ പരിസരത്തെത്തി. ഇത് കണ്ടോ, ഇത് ബാൽസാമി ഹിൽസിലെ പോലെ തന്നെ ഈ കുന്നിൻ്റെ ഏറ്റവും മുകളിലായിട്ട് വരുന്ന ഒരു ക്ഷേത്രം കേട്ടോ. ഇത് അധികം ആൾക്കാർക്ക് അറിയാത്തൊരു സ്ഥലമാണെന്ന് ഉറപ്പാണ്, കാരണം ഇവിടെ അധികം ആളുകളൊന്നും കാണില്ല. ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ. ആ മലൻ്റെ മുകളിലൊക്കെ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഇങ്ങനെ ഒലിച്ച് വരുന്നത് കാണാം. താഴെതാ
നമ്മൾ വന്ന ടൗണ്, ആ ചെറിയ ഓ വാലി എന്ന് പറഞ്ഞ ചെറിയ ആ പട്ടണം. ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ ഈ സ്ഥലം. കാരണം അത്രക്ക് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലം. എന്താണിത്? ഇതൊരു സ്വർഗം തന്നെയാണ്. സ്വർഗം തന്നെ. ഇത് മിസ് ചെയ്യരുത്. ഈ സ്വർഗം എല്ലാരും വന്ന് കാണണം. ഇവിടെ പൊള്ളി എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. ആ ക്ലൈമറ്റും നമ്മൾ നേരത്തെ വന്ന ആ ടൗൺ ആണ് അതിലെ ഓ വാലി എന്ന് പറഞ്ഞ ടൗൺ. നമ്മൾ നേരത്തെ നിർത്തിയത് ആ ദൂരെ കാണും. ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഒരു 360 വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഈ മലന്റെ മുകളിൽ ഏറ്റവും ടോപ്പസ്റ്റ് ഹില്ലാന്ന് തോന്നുന്നുണ്ടല്ലോ, ഈ സൈഡിലെ ഏറ്റവും ടോപ്പസ്റ്റ് ഹില്ല്. ഇതൊക്കെ ഉണ്ടാകുമ്പോ എന്തിനാ നമ്മള് സ്വിറ്റ്സർലാൻഡ് ഒക്കെ പോകുന്നത്? സ്വിറ്റ്സർലാൻഡ് ഒക്കെ നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ട്. സ്വിറ്റ്സർലാൻഡ് ഒന്നും അല്ല. സ്വിറ്റ്സർലാൻഡ് ഒക്കെ ഇവിടെ മാത്രല്ല ഈ ടൂറിസ്റ്റിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓവർ ക്രൗഡഡ് അല്ല. ഇപ്പൊ ക്രൗഡഡ് അല്ല. എന്തായാലും ഈ ഭാവിയിൽ എന്താവും അറിയില്ല. ഒരു രക്ഷയില്ല. 360 വ്യൂ കാണിച്ചു ഇതിൻ്റെതാ. ഇതൊക്കെ കുറേ നിലമ്പൂർ സൈഡാന്ന് തോന്നുന്നുണ്ട്. അതേപോലെ നമ്മളെ ബന്ദിപ്പൂർ ആ ഭാഗങ്ങളൊക്കെ തോന്നുന്നുണ്ട്. പല പല മലകളായിട്ട് ഇതാണ്. ഇത് നമ്മുടെ ക്ഷേത്രം. അപ്പുറം വേറൊരു മലകള് ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുക. ആ ഭാഗത്തൊക്കെ നോക്കിയാൽ തന്നെ കാണാം. അവിടുന്ന് ശരിക്കും വെള്ളം ഇങ്ങനെ ഒലിച്ച് വരുന്ന വെള്ളച്ചാട്ടങ്ങൾ ഒരുപാടുണ്ട് ഈ സൈഡിൽ. ഏറ്റവും ടോപ്പസ്റ്റ്, ഏറ്റവും ടോപ്പിലാണ്. ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ് ഇപ്പൊ നമ്മള് ഏറ്റവും ടോപ്പില്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു നഷ്ടമാവില്ല അല്ലേ? ഇതൊന്ന് കാണണം. കാണണം. മസ്റ്റ് ട്രൈ തന്നെ അല്ലേ? നമ്മൾ ക്ഷേത്രത്തിന്റെ മുൻഭാഗമാട്ടത്. ഈ അന്നത്തെ കാലത്തൊക്കെ ഇവിടൊക്കെ ക്ഷേത്രം പണിത ഓരോ സമ്മതിക്കണം അല്ലേ? ഓരോ ഹാർഡ് വർക്ക്. കാരണം ഇത്രയും ഈ സാധനങ്ങളൊക്കെ ഇവിടെ കയറ്റി കൊണ്ടുവന്ന് ഇവിടൊക്കെ ഈ ക്ഷേത്രം നിർമ്മിക്കാന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു വണ്ടിയിൽ വന്നപ്പോൾ തന്നെ ഇതിൻ്റെ ഈ റൂട്ടിലേക്ക് വരുന്ന ബുദ്ധിമുട്ട് മനസ്സിലായി. ഇത് കണ്ടോ? ആ വെള്ള ഒരു ബിൽഡിങ് കണ്ടോ? ആ ബിൽഡിങ്ങിൻ്റെ നേരായിട്ട് ഒരു വൈറ്റ് ലൈന് കാണാം. അത് ശരിക്കും വെള്ളച്ചാട്ടമാണ്. കുറച്ച് ദൂരെയാണ്, എത്രയോ കിലോമീറ്റർ ദൂരെയാണ്. ഭയങ്കര സംഭവം കേട്ടോ, രക്ഷയില്ല. ആ കാണുന്ന മല ഇതാണ് നീലഗിരി മലയൊക്കെ. സൈഡാണല്ലോ. ഇതിന്റെ താഴെ ഗൂഡല്ലൂർ ടൈം ആയി വരും ഇത് താഴെ കാണുന്ന ഈ സ്ഥലങ്ങളൊക്കെ അല്ലേ? അതെ. ഈ മലന്റെ അപ്പുറ സൈഡാവും ഊട്ടി. ക്ഷേത്രത്തിന്റെ വേറൊരു സൈഡാട്ടത്. എവിടെ നോക്കിയാലും എന്താ പറയാ മോനെ, സ്വർഗം തന്നെ അല്ലേ? பையன் மாடு மேய்க்க வந்திருந்தாப்புல. மாடு மேய்க்க வந்த டைமில் அந்த புற்று இருந்தீங்கன்னா அந்த புற்றை பார்த்துட்டு அங்கே நாகமும் நகைங்கள்லாம் இருந்திருக்கு. அங்கே மண்ணால் செய்யப்பட்ட சிவன், மண்ணால் செய்யப்பட்ட பொருள்லாம் இருந்திருக்கு. அதை பார்த்துட்டு அந்த பையன் வந்து எஸ்டேட்டில் போய் ஆஃபீஸர்ஸுங்களை பார்த்து இது மாதிரி சார் இங்கே நாகம் இருக்குது, புற்று இருக்குது, பொருள்லாம் இருக்குது, முன்னோர்களால் வழிபட்ட சிவன் இருக்குது அப்படின்னு சொன்னோன்னே இங்கே எஸ்டேட்டில் உள்ளவங்கலாம் வந்து பார்த்துட்டு ஃபாரஸ்ட் ஃபுல்லாகவே வந்து திக் ஃபாரஸ்ட் தான் முன்னாடி. அதனால் அவங்க பார்த்துட்டு இங்கே ஒரு கோயில் வந்து உருவாக்கி ஆகணும் அப்படின்னு சொல்லிட்டு விநாயகரும் முருகரும் தோன்ற வச்சாங்க. அதுக்கப்புறம் தான் மற்ற விக்கிரகங்கள்லாம் உருவானது. நம்ம கோயில் பார்த்திங்கன்னா 38 வருஷம் ஆச்சு. கல்யாணம் ஆகாதவங்க குழந்தை பிரதிஷ்டை பண்ண நாகம் அவங்க பேருக்கு மகா சங்கல்பம் பண்ணி அதை பிரதிஷ்டை பண்ணிடுவோம். ஒவ்வொரு விசேஷ நாள்லேயும் அபிஷேகம் நடக்கும். അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഒരു കിടിലൻ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലം തന്നെയാണ്. നിങ്ങൾ എന്തായാലും ഇവിടെ വന്ന് നോക്കണം. വന്ന് തന്നെ അറിഞ്ഞാൽ എനിക്ക് വീഡിയോയിൽ എത്രത്തോളം ഇത് കാണിക്കാൻ പറ്റി എന്നുള്ളത് എനിക്കറിയില്ല. എന്നാൽ നിങ്ങൾ റിയൽ ആയിട്ട് ഇവിടെ വന്നിട്ട് ഇത് അനുഭവിച്ചറിയണം അല്ലേ? ക്യാമറയിൽ കാണണം, നിങ്ങളെ കണ്ണുകൊണ്ട് കാണും. നേരിട്ട് ഇത് ഫീൽ ചെയ്ത് വരണം. പക്ഷെ നമുക്ക് വരാനും വലിയ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളല്ല. നമ്മൾ ഊട്ടിക്ക് പോകുന്ന സൈഡിലാണ്. ഊട്ടിയിലേക്ക് പോകുന്ന അത്രയും കൂടെ ദൂരമില്ല. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഫാമിലിയോടെ വന്ന് എൻജോയ് ചെയ്ത് റിലാക്സ് ആയിട്ട് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ്. പിന്നെ ഒരൊറ്റ കാര്യം,
തിരിച്ചു പോകുമ്പോൾ വൈകുന്നേരത്തിന് മുമ്പായിട്ട് തിരിച്ചു പോകണം, അതെ. അല്ലെങ്കിൽ പണി പാടും. അതെ, അത് കാരണം വന്യമൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അപ്പം അതും കൂടി കണ്ടിട്ട് വേണം നമ്മൾ തിരിച്ചു പോകാൻ. അപ്പോൾ ഓക്കെ. അപ്പോൾ അധികം ലേറ്റ് ആവാതെ മാക്സിമം രാവിലെ മോർണിംഗിൽ വന്നിട്ട് നിങ്ങൾക്ക് ഒരു ഉച്ച വരെ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് അങ്ങനെ ആ രീതിയിൽ പോകാനുള്ള കാര്യങ്ങൾ നോക്കുക. വന്നു കഴിഞ്ഞാൽ അത് വർത്താണ്. അതെ, ഒരു ഡൗട്ടും ഇല്ലാത്ത കാര്യം ധൈര്യമായിട്ട് പോരി. അപ്പോൾ വീണ്ടും മറ്റു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.